ഹലോ, അപ്പൊ ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ ആയ വാഗമൺ എത്താറായി കേട്ടോ. ഇപ്പൊ എന്തായാലും ഞങ്ങൾ ഡാൻസ് ഒക്കെ മാറ്റി വെച്ചിട്ട് പാട്ടിലാണ് കേട്ടോ പിടിച്ചേക്കണത്. പിന്നെ ഞങ്ങൾക്ക് ഇടയിൽ കുറച്ച് സിംഗേഴ്സ് ഉള്ള കാരണം അതിനൊട്ടും കുറവ് വന്നില്ല. അങ്ങനെ കുറച്ചങ്ങോട്ട് പോയപ്പോ സിപ്പ് ലൈൻ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു സ്പോട്ട് ഞങ്ങൾക്ക് കിട്ടിട്ടോ. അപ്പൊ പിന്നെ ഒന്നും നോക്കിയില്ല, ബസ് അവിടെ നിർത്തി. എനിക്കാണ് ഇത് കണ്ടപ്പോ തന്നെ പോകണം നല്ല പൂതിയായിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, ഞാൻ വേഗം ഓടിച്ചാടിപ്പോയി. ഞാനാണെങ്കിൽ ഫുൾ എക്സൈറ്റഡ് ആയിരുന്നു. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനെ ഒരു സാധനം എക്സ്പീരിയൻസ് ചെയ്യാൻ പോണത്. അപ്പൊ എല്ലാം സെറ്റ് ആയിട്ട് നമുക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് വന്നാലോ. ബാ, ഞാൻ ഒറ്റയ്ക്കാട്ടോ പോണേ. അതെ ഗൈസ്, ഞാൻ അങ്ങനെ ഒറ്റയ്ക്ക് പോയി വന്നു. കുഴപ്പമൊന്നും നടന്നില്ല. സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും ചെറുതായിട്ടൊന്ന് പേടിയുണ്ടാവും, ബാക്കിയൊക്കെ സൂപ്പർ ആയിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് അവിടുന്ന് പോകുന്നു. ഒരു വ്യൂ പോയിന്റ് കാണാൻ വേണ്ടിയിട്ട് നിർത്തിയേക്കാണ് കേട്ടോ. അപ്പോൾ അതും കാണാൻ ഐസൊക്കെ ആയിരുന്നു. നല്ലൊരു സ്പോട്ടായിരുന്നു കേട്ടോ. ഇതിലുള്ള ആരാണ് കച്ചവടക്കാരെന്ന് നിങ്ങൾ സംശയിക്കേണ്ട. ഇതിന്റെ മുന്നത്തെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും കേട്ടോ. അങ്ങനെ കുറച്ചു നേരം അവിടെയൊക്കെ കറങ്ങി നേരെ ബസ് പോവാണ്. പിന്നെ ഞങ്ങൾ റിസോർട്ടിൽ തന്നെ അധികം സമയം എടുത്തില്ല, അവിടുന്ന് അടുത്തായിരുന്നു. അപ്പൊ ഞങ്ങളുടെ ബാഗും സാധനങ്ങളും എടുത്ത് റൂമിലേക്ക് പോവാണ്. നല്ല നട്ടാപ്പൊരി വെയിലുണ്ട്, എന്നാ ചെറിയ തണുപ്പുണ്ട് കേട്ടോ. അതാണ് അവിടുത്തെ കാലാവസ്ഥ ഉണ്ടായിരുന്നത്. അങ്ങനെ റിസോർട്ടിലെത്തി റൂമിലേക്ക് പോകാൻ കുറച്ചുകൂടി നേരം എടുത്തു കേട്ടോ. നമ്മുടെ റൂമൊക്കെ സെറ്റ് ചെയ്യാൻ കുറച്ച് സമയം എടുത്തു. ഇങ്ങനെ ചൂടത്ത് നിന്നിട്ടും ആരും ഒട്ടും ടയേർഡൊന്നും ആയില്ല. ഫുള്ള് ഓണിലായിരുന്നു എല്ലാവരും. അങ്ങനെ ഞങ്ങൾക്ക് റൂമൊക്കെ കിട്ടി. ഞങ്ങളൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. ഇതിന്റെ ബാക്കി വീഡിയോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പൊ ശരി, ബൈ.